കൊണ്ട് തന്നെ ഏറെ സന്തോഷമായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യവും രാജ്യത്തോടുള്ള കടമകളും എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ കുട്ടികളായ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ നിലവിലാണ്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനകീയ ഭരണ സമ്പ്രദായം അവതരിപ്പിച്ച ദിനമാണ്. ആദ്യമായി ഭരണഘടന നിലവിൽ വന്ന വർഷമായും ആചരിക്കുന്നു. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക്കിന്റെ അർത്ഥം. റെസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിലൂടെയാണ് റിപ്പബ്ലിക് ഉണ്ടായത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഉറപ്പ് നൽകിക്കൊണ്ട് ഡോക്ടർ BR അംബേദ്കർ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത്. സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനും നമുക്കുള്ള നീതിയും സമാധാനവും നടപ്പാക്കാനും വേണ്ടി 25 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 12 പട്ടികകളും ഉൾക്കൊള്ളിച്ച് ഇന്ത്യ ഒരു ഭരണഘടന തയ്യാറാക്കി. എന്നാൽ ആ നീതിയും സമത്വവും നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മഹാത്മാഗാന്ധി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സരോജിനി നായിഡു തുടങ്ങി ഒട്ടനവധി സമര സേനാനികൾ ജീവത്യാഗം ചെയ്ത് നമ്മുടെ അടിമത്തം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ അഭിമാനമായ ത്രിവർണ്ണ പതാക വാനിൽ പറത്തിക്കൊണ്ട് നാം ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റി. ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ വർഷവും വർണ്ണശബളമായ ഘോഷയാത്ര തലസ്ഥാനമായ ഡൽഹിയിൽ സംഘടിപ്പിക്കാറുണ്ട്. സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു ജനതയുമല്ല, മറിച്ചു പല ഭാഷകളും പല സംസ്കാരങ്ങളും പല ജനതയുമല്ല, നാനാ ജ്ഞാനി ജാത മത്സരം ഒരുമയോട് ജീവിക്കുന്നു. അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പരമാധികാരം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം എന്നീ ആശയങ്ങളിൽ ഇന്ന് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പേര് കേട്ടാൽ നമ്മുടെ നരമ്പുകളിൽ ചോറ് തിരക്കണം. ഇന്ത്യയെ അമ്മയായി കണ്ടുകൊണ്ട് അക്രമണത്തെയും അനാചാരത്തെയും വെറുക്കാനും ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് ഉറക്കെ പറയാനും നമുക്ക് കഴിയട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും റിപ്പബ്ലിക് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.